വിൻ സ്മൃതി പരുത്തിക്കാട്. പട്ടാളക്കാരനാകണമെന്നതായിരുന്നു മിഥുന്റെ ആഗ്രഹം. പഠിക്കാൻ മിടുക്കുള്ള മക്കളെ അവരാഗ്രഹിക്കും വരെ പഠിപ്പിക്കണമെന്നതായിരുന്നു കടൽ കടക്കുമ്പോൾ അവന്റെ അമ്മയുടെ ആഗ്രഹം. ഒപ്പം ഒറ്റമുറി വീട് പുതുക്കി പണിയണമെന്നും. ആഗ്രഹങ്ങൾ ബാക്കിയാക്കി മിഥുൻ കണ്ണീരോർമ്മയാകുമ്പോൾ ആ അമ്മ മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും ബാക്കി നിൽക്കുന്നവർക്ക് കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചയാണ്. ഇനിയൊരു മകനും ഇനിയൊരമ്മയ്ക്കും ഇങ്ങനെ ഉണ്ടാകരുതേ എന്നൊന്ന് ഉള്ളുരുകി ചിന്തിക്കാത്തവർ ഭൂമി മലയാളത്തിൽ ഇന്നുണ്ടാകില്ല. തീർച്ചയാണ്. നാടൊന്നാകെ ഒരു കുഞ്ഞിന്റെ വേദനയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നതിനിടെ തലസ്ഥാനത്ത് ഒരു യോഗം ചേർന്നിട്ടുണ്ട്. ഓണാഘോഷം തീരുമാനിക്കാൻ പറ്റിയ ദിവസമെന്നേ പറയാനുള്ളൂ. മിഥുന്റെ ചിതയ്ക്ക് കുഞ്ഞനുജൻ തീ കൊളുത്തിയതിന് പിന്നാലെ ഉണർന്നിട്ടുണ്ട് വൈദ്യുതി വകുപ്പ്. വൈദ്യുതി ലൈനുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വകുപ്പ് മന്ത്രി. സിസ്റ്റം നന്നാക്കാനുള്ള നീക്കമാണ്. സുൽത്താൻ ബത്തേരിയിൽ പാമ്പ് കടിച്ചു മരിച്ച ഷെഹ്ല ഷെറിൻ, മലപ്പുറം കാളികാവിൽ ഷോക്കേറ്റു മരിച്ച 10ാം ക്ലാസ്സുകാരൻ അനന്തു, തൃശൂരിൽ കുഴിയിൽ വീണ് മരിച്ച വിഷ്ണുദത്ത്, കോട്ടയത്ത് കെട്ടിടം തകർന്ന് വീണ് മരിച്ച തലയോലപ്പറമ്പിലെ ബിന്ദു. സിസ്റ്റം നന്നാക്കുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഇനിയും നീളും. ബാലഹത്യോ എന്നതാണ് ചോദ്യം. SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ്, BJP പ്രതിനിധി ഉല്ലാസ് കോവൂർ, RSP പ്രതിനിധി ഉല്ലാസ് കോവൂർ, അതോടൊപ്പം തന്നെ BJP പ്രതിനിധി ഉല്ലാസ് ബാബു, ഡോക്ടർ MN കാരശ്ശേരി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ SFI പ്രതിനിധിയിലേക്ക് പോവുകയാണ്. M. ശിവപ്രസാദ്, മൂന്നാമത്തെ ദിവസമായല്ലോ. എന്തൊക്കെ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് കരുതേണ്ടത്? ഈ നഷ്ടപരിഹാരം അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മരണത്തിൽ അപകടമല്ല, വരുത്തിവെച്ച ഹത്യയാണല്ലോ. അപ്പോൾ അതിലെന്ത് നടപടി എന്ന ചോദ്യം വരുമ്പോൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നതിലപ്പുറം എന്ത് നടപടി ഉണ്ടായിരിക്കുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് സമീപകാല സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു ദുരന്ത വാർത്തയാണ് 3 ദിവസം മുമ്പ് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞനുജൻ മിഥുനിലൂടെ നമ്മളെല്ലാവരും കേട്ടത്. ആ വാർത്ത പുറത്തു വന്ന നിമിഷം തന്നെ കേരളം ചർച്ച ചെയ്തത് മിഥുൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. ആ മിഥുൻ്റെ മരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായ പോരായ്മകളെ സംബന്ധിച്ചും വളരെ കൃത്യമായി തന്നെ തുറന്നൊരു ചർച്ച കേരളത്തിനകത്ത് ഇപ്പോൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. നമുക്ക് സമീപകാല അനുഭവങ്ങളിൽ പരിചിതമല്ലാത്തൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നാം ഏറെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യം. ഇങ്ങനൊരു വാർത്ത കേരളത്തിൽ പുറത്തു വന്ന നിമിഷം തന്നെ ആ ദുരന്തത്തോട് വളരെ ക്രിയാത്മകമായിട്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിച്ചതെന്ന് നമ്മുടെ കൺമുന്നിലുള്ള രേഖകളാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ദുരന്തമുണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരളത്തോട് പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഓർത്തെടുക്കാം. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാനുള്ളതിൻ്റെ പരമാവധി തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുരന്തമുണ്ടായ ഉടൻ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമഗ്രമായ അന്വേഷണത്തിന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഡയറക്ടർ തന്നെ നേരിട്ട് സ്കൂളിലെത്തുകയും അവിടെ ഉണ്ടായ പോരായ്മകളെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുകയും ചെയ്തു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ വിദ്യാലയങ്ങളും സ്വീകരിക്കേണ്ട പൊതുവായ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസം 13-ാം തീയതിയാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളും കർശനമായി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ആ ഉത്തരവിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽമാർ വരെയുള്ള സ്കൂളുകളിലെ ഉദ്യോഗസ്ഥരും കൃത്യമായി പാലിക്കേണ്ട ഒരു ഉത്തരവാണ് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നൽകിയത്. എന്നാൽ ആ ഉത്തരവ് കൃത്യമായി പാലിക്കുന്ന കാര്യത്തിൽ ആ സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ നമ്മൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഹെഡ് മാസ്റ്ററെ തന്നെ സസ്പെൻഡ് ചെയ്യണം എന്ന നിർദ്ദേശം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത് നമ്മൾ കണ്ടതുപോലെ മാനേജ്മെൻറ്റ് അതിന് തയ്യാറായിട്ടുണ്ട്. അവിടെയും കേരളത്തിലെ ഗവൺമെൻറ് ആ നടപടികൾ അവസാനിപ്പിക്കുന്നില്ല. മാനേജ്മെൻറ്റിനോട് കൃത്യമായി നോട്ടീസ് മാനേജ്മെൻറ്റ് കൃത്യമായി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നും ആ സംഭവത്തിൽ മാനേജ്മെൻറ്റ് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണെന്നും കാണിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിനോട് കൃത്യമായി വിശദീകരണം ചോദിക്കാൻ
പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ശരി, അതോടൊപ്പം തന്നെ അവിടെ ശിവപ്രസാദ്, നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ അത് ശരി തന്നെയാണ് താങ്കൾ പറഞ്ഞത്. അപലപിച്ചതിലെ വേഗം, അവിടേക്ക് എത്തിയതിലെ വേഗം, അന്വേഷണത്തിന് ഉത്തരവിട്ടതിലെ വേഗം, അതിനു മുമ്പ് സംസ്ഥാന സർക്കാർ തന്നെ ഈ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ചേർന്നിരുന്ന യോഗവും അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പും ഇതൊക്കെ കേരളം കണ്ടതാണ്. പക്ഷെ ഇത് നടപ്പാക്കുന്നുണ്ടോ എന്ന പരിശോധന ഏത് തലത്തിലാണ് നടക്കേണ്ടത്? വിദ്യാഭ്യാസ മന്ത്രി ഓടി നടന്ന എല്ലാ സ്കൂളുകളും പരിശോധിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ജില്ലകളിൽ അത് കൃത്യമായി പരിശോധിക്കാനൊരു സംവിധാനമുണ്ടല്ലോ, അത് പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ നോക്കൂ, പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷൻ എന്നുള്ളത് ഒന്നാമത് നടപടിയല്ല, അത് തൽക്കാലം മാറ്റി നിർത്തലാണ് അന്വേഷണത്തിൻ്റെ സമയത്ത്. ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റവാളിയാകുന്ന പ്രധാനാധ്യാപിക മാത്രമാണോ? അവിടുത്തെ മാനേജ്മെന്റിനെതിരെ, ആ മാനേജ്മെന്റിനോട് പല തവണ KSEB ഇത് ചൂണ്ടിക്കാണിച്ചിട്ടും അവിടുത്തെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്ന ശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. മാനേജ്മെന്റിനോടാണ് പറയുന്നത് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ മാനേജർ എവിടെയുണ്ട്? മാനേജർ ഇന്ന് വലിയ ദുഃഖമൊക്കെ പറയുന്നുണ്ട്. അതോടെ കഴിഞ്ഞോ? ആ പ്രശ്നം അവിടെ കഴിഞ്ഞോ? മാനേജ്മെന്റ് ഉത്തരവാദിത്തം, ഭരണസമിതിയുടെ ഉത്തരവാദിത്തം, CPM-ന് ഭൂരിപക്ഷമുള്ള ഭരണസമിതി എന്നൊരു രാഷ്ട്രീയ ആരോപണം കൂടി അവിടെ വരുന്നുണ്ട്. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടേക്ക് പ്രവേശനമില്ലാത്ത വിധം അവിടം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. 9 വർഷമായി ഈ അനധികൃത കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാഞ്ഞത്? ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ടല്ലോ, ഇതിലൊന്നും ഇതെങ്ങനെയാണ് കണ്ണിൽപ്പെടാതെ പോയത്? എന്താണ് നടപടി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബിന്ദുവിൻ്റെ ഉദാഹരണമുണ്ടല്ലോ. മെഡിക്കൽ കോളേജ് ആശുപത്രി തകർന്നു വീണു, അവർ മരിച്ചു, അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. അവരെ സംബന്ധിച്ച്, ആ കുടുംബത്തിനെ സംബന്ധിച്ച് മറ്റു പരാതികൾ പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അവർ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് മിണ്ടാതെയിരുന്നു. അതോടെ അത് കഴിഞ്ഞു. ആർക്കെതിരെ നടപടിയുണ്ടായി? അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എവിടെ? ആർക്കാണ് വീഴ്ച പറ്റിയത്? കേരളം അറിഞ്ഞോ? ഇതിലും ആർക്കാണ് വീഴ്ച പറ്റിയത്? ആർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ദിവസങ്ങളെടുത്ത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത്. ഇതിന്റെ വേഗം ആദ്യത്തെ പ്രതികരണത്തിൽ പോരാ ശിവപ്രസാദ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ സമീപകാലത്തൊന്നും ഉണ്ടാവാത്തൊരു ദുരന്തമാണ് മിഥുൻ്റെ ദുരന്തം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്കിതിനു മുമ്പ് ഇങ്ങനൊരു ഉദാഹരണം നമ്മുടെ മുന്നിലില്ല. ഇങ്ങനൊരു സംഭവം ആ നിലയിൽ തന്നെ നമ്മുടെ മുന്നിൽ ആവർത്തിച്ച രംഗം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ സമീപകാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ്. ശിവപ്രസാദ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശിവപ്രസാദ്, അങ്ങനെ നോക്കിയാൽ മെഡിക്കൽ കോളേജിലെ പഴകിയ കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിച്ചതും ആദ്യത്തെ സംഭവമാണല്ലോ. അതും നടാടെ സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ഓരോ അപകടത്തിന്റെയും സവിശേഷത കാണിച്ചുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവം എന്നെങ്ങനെയാണ് വിലയിരുത്തുക? സ്കൂളിൽ പാമ്പിനെ കണ്ടല്ലോ, പാമ്പ് കൊത്തിയൊരു പെൺകുട്ടി മരിച്ചല്ലോ 5 വർഷം മുമ്പ്, അന്നും പരിശോധന നടന്നല്ലോ അല്ലേ? സ്കൂളുകളിൽ കുഴിയുള്ള ഇടം പരിശോധിക്കുന്നു, ചിലയിടത്ത് പാമ്പുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊക്കെ എത്ര തുടർച്ചയുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. 4-5 ദിവസം ആ വാർത്ത നിൽക്കുന്നവരെ തുടരും, പിന്നെ അത് കഴിഞ്ഞു. വീഴ്ചക്കാർക്കെതിരെ എത്ര പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ? ഇത് ഒറ്റപ്പെട്ട സംഭവം, ഇത് സമാനതകളില്ലാത്ത സംഭവം എന്ന രീതിയിൽ വിവരിച്ചാൽ പോരാ. ഇതിൽ അനാസ്ഥയുണ്ട്, പൂർണ്ണമായ അനാസ്ഥയാണ്. KSEB-യുടെയും മാനേജ്മെന്റിന്റെ അനാസ്ഥയുണ്ട്. 2 കൂട്ടരും. KSEB ഇപ്പോൾ വൈദ്യുതി മന്ത്രി ആദ്യത്തെ ദിവസം പറഞ്ഞു വീഴ്ച പറ്റിയെന്ന്, 2ാമത്തെ ദിവസമായപ്പോഴേക്കും അത് മാറി, പരിശോധിക്കട്ടെ എന്നാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണം മാത്രമായി പ്രശ്നം, അവിടെ ആ വൈദ്യുതി ലൈൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പ്രശ്നമില്ലാതായി. അവിടെയും പരിശോധിക്കണം. ആർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴും നടപടിയില്ലല്ലോ. അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. അത് എത്ര ദിവസം കാത്തിരിക്കുന്നേ? ഇതിനെന്താണ് വേഗമില്ലാത്തത്? നമ്മുടെ മുന്നിൽ കണ്ട കാര്യങ്ങളല്ലേ? മേഡം യെസ് ഞാൻ പറയട്ടെ, ഇനി എന്നെ പറയാൻ അനുവദിക്കൂ. മേഡത്തേക്കാൾ ആത്മരോഷം ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ മേഡം പറയുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. നമ്മൾ രണ്ടുപേരും ഉയർത്തുന്ന വാദം ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കിക്കുക എന്നുള്ളതല്ല. ആത്മരോഷം കണ്ടില്ല. അല്ല, ആത്മരോഷം നിങ്ങൾ കാണില്ല. ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം ആരാണ് പ്രകടനം നടത്തിയത് മാഡം? ഞാൻ എൻ്റെ കണക്കൊന്നും പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതേയില്ല. ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം പ്രകടനം നടത്തിയ വിദ്യാസംഘടനയുടെ പേരേതാ? എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ ചർച്ചയിൽ. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഈ ചർച്ചയിൽ നമ്മൾ തമ്മിൽ തർക്കിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ ഗാലറി, റിപ്പോർട്ടറിൻ്റെ വീഡിയോ ഗാലറിയിൽ തിരഞ്ഞാൽ ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം പ്രകടനം നടത്തിയ, ആ സ്കൂളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ, അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ച SFI നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അത് കാണാൻ? ഇന്നലത്തെ പ്രതിഷേധ ദിവസങ്ങളിൽ KSU, യൂത്ത് ലീഗ്, ബാക്കിയുള്ള ABVP ഇവരുടെയൊക്കെ പ്രതിഷേധം നിങ്ങൾ കാണില്ല. അല്ല, പ്രതിഷേധമുണ്ടെങ്കിൽ അത് കാണുമല്ലോ. രഹസ്യമായിട്ടൊരു പ്രതിഷേധമില്ലല്ലോ. വീഡിയോ
അതെ, നിങ്ങളുടെ വീഡിയോ ശരി, ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മതി. ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം? എന്തായിരുന്നു നിങ്ങളുടെ പ്രതിഷേധം? എന്തായിരുന്നു നിങ്ങളുടെ പ്രതിഷേധത്തിൽ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്? ഞാൻ പറയാം. കൃത്യമായി ഇങ്ങനൊരു സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ അവിടെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ച മുഴുവൻ കുറ്റക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്നതാണ് SFIയുടെ പ്രകടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിയത്. SFI കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു, കൃത്യമായി തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് സമഗ്രാന്വേഷണം നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മേഡം ചോദിച്ച ചോദ്യത്തിന് അപ്പോൾ എൻ്റെ ഉത്തരം പൂർണ്ണമാവില്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് കൂടി കിടക്കുകയാണ്. ആ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനേ അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സമീപകാലത്ത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളോ സമീകരിക്കാനാവാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കത് പല സംഭവങ്ങളോടും സമീകരിക്കണമെന്നും ഉദാഹരിക്കണമെന്നും താല്പര്യമുണ്ടാവും. പക്ഷേ നമ്മുടെ സ്കൂളുകൾ ആ നിലയിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യം എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളാണ് ഒഴിവാക്കപ്പെടേണ്ടത്. ആ ഒഴിവാക്കപ്പെടുന്നതിന് മിഥുൻ്റെ മരണം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ നമ്മൾ കണ്ടത് എന്താ? ഒരു എയ്ഡഡ് സ്കൂളിലുണ്ടായ പ്രശ്നമാണ്. ആ എയ്ഡഡ് സ്കൂളിൽ അവിടെ ഉണ്ടായ ഒരു ലൈൻ കമ്പിയിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായ സാഹചര്യത്തെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു എന്നതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടുത്തെ പ്രധാന അധ്യാപികയ്ക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് നാം കാണുന്നത്. അവിടുത്തെ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നാം കാണുന്നത്. അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്, അതവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപഡയറക്ടർ തന്നെ നേരിട്ട് ആ സ്കൂളിലേക്ക് എത്തുകയാണ്. നമ്മളതെങ്ങനെയാണ് കാണാതിരിക്കാൻ വേണ്ടി കഴിയുന്നത്? അങ്ങനെ നേരിട്ടെത്തി മണിക്കൂറുകൾക്കകം നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കും എന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പാണ് ഞാൻ നേരത്തെ മേഡത്തിന് വായിച്ച് കേൾപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ അദ്ദേഹം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഹെഡ് മാസ്റ്റർക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ച് ഈ വിഷയം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിലുണ്ടോ? എൻ്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കേട്ടത്, കേരളത്തിലെ പൊതുസമൂഹം കേട്ടത് മുഴുവൻ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഈ പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്, പ്രസ്താവനകളുടെ വേഗവുമുണ്ട്, അതിൽ തർക്കമില്ല. ഞാൻ ശിവപ്രസാദിനോട് പറഞ്ഞു, പ്രസ്താവനകൾക്കപ്പുറം നടപടികളിലേക്ക് എപ്പോൾ കടക്കും എന്നുള്ളതാണല്ലോ. ഞാൻ ഉല്ലാസ് കോവൂരിലേക്ക് പോകുന്നു. ജില്ലയിൽ നിന്ന് തന്നെയുള്ള നേതാവായതുകൊണ്ട് ഞാൻ ഉല്ലാസ് കോവൂരിലേക്ക് പോവുകയാണ്. ഉല്ലാസ്, ഇന്നിപ്പോൾ കേരളം മുഴുവൻ കാണുകയായിരുന്നു രാവിലെ മുതൽ ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ആശുപത്രിയിൽ നിന്നും മൃതദേഹവുമായി പുറപ്പെട്ട ആംബുലൻസിന് ചുറ്റും റോഡിന് ഇരുവശവും കാത്തിരുന്ന ജനാവലി. അത് മിഥുനെ അറിയുന്നവരായിരുന്നില്ല, മിഥുനെ പരിചയമുള്ളവരായിരുന്നില്ല, ബന്ധുക്കളായിരുന്നില്ല, നാട്ടുകാർ പോലും ആയിരുന്നില്ല. എല്ലാവരും പുറമേ നിന്നും വന്നവരുണ്ടായിരുന്നു. വാർത്ത കേട്ട് മറ്റ് ജില്ലകളിൽ നിന്ന് എത്തിയവരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ജനം അതിനോട് പ്രതികരിക്കുന്നത്? അത് ഒരു സങ്കടം, ദുഃഖം, സഹതാപം എന്നതിൽ മാത്രമാണോ? അതിൽ ഒരു പ്രതിഷേധത്തിന്റെ സ്വരം കൂടിയില്ലേ? അതിനുള്ള കൃത്യമായ മറുപടി സർക്കാരിൽ നിന്നും വേഗത്തിൽ കിട്ടുന്നുണ്ടോ ഉല്ലാസ് കോവൂർ? ഇവിടെ ഇന്നല്ല, ഈ ഇൻസിഡൻറ്റ് തുടങ്ങിയ അന്ന് തന്നെ ഇതിനോടൊപ്പം ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. സത്യത്തിൽ സങ്കടം കൊണ്ട് കണ്ടു നിൽക്കുന്നവരെ മുഴുവൻ, കണ്ണ് മാത്രമല്ല മനസ്സുള്ളവൻ്റെ എല്ലാം മനസാക്ഷി പോലും കരഞ്ഞു പോകുന്ന ഒരു സങ്കടക്കടലായിരുന്നു ഇന്ന്. 10,000-കണക്കിന് ആളുകൾ ഒഴുകി ആ സ്കൂളിലേക്കും ആ വീട്ടിലേക്കും ഹോസ്പിറ്റലിലേക്കും എല്ലാം വരികയായിരുന്നു. അത് സത്യത്തിൽ ഒരു സിസ്റ്റത്തിൻ്റെ എത്ര ക്രൂരമായ വീഴ്ചയാണ്. ആ വീഴ്ച ഇങ്ങനെ വല്ലാണ്ട് വന്ന് പരിതപിക്കുക എന്നതിനുമപ്പുറം സഹലയുടെ മരണത്തിൽ, കോട്ടയത്തെ മരണത്തിൽ, ഏറ്റവും ഒടുവിൽ മിഥുൻ്റെ മരണത്തിൽ ഇങ്ങനെ വാദകോലാഹലങ്ങളും പരസ്പരം ചെളിവാരി എറിയലും എന്നതിനുമപ്പുറം വളരെ മനുഷ്യത്വപരമായി ഇതിനെ ഒരു പരിഹാരം കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇന്ന് സത്യത്തിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഈ പൊന്നുമകൻ്റെ മാതാവിനെ നാട്ടിലെത്തിച്ചത്. ആ മാതാവ് സത്യത്തിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും ആ ബോഡി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി, ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി ആ ആംബുലൻസിലേക്ക് കയറുമ്പോൾ, ഞാനും ഒരു 8ാം ക്ലാസ്സുകാരിയുടെ അച്ഛനാണ്. എനിക്കൊരു പെൺകുഞ്ഞ് കോവൂർ UPS പഠിക്കുന്നുണ്ട് തൊട്ടടുത്ത സ്കൂളിൽ. എന്ത് സുരക്ഷിതത്വമാണ് ഈ കുരുന്നുകൾക്ക് ഈ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത്? ഇവിടെ KER ചട്ടവും അതിൽ വന്നിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം അട്ടിമറിക്കപ്പെടുകയല്ലേ? ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി
CM എഴുതിയ കത്തിൽ ഇത് മോണിറ്ററൈസ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം പ്രാവർത്തികമാക്കാൻ ഇവിടെ ശിവപ്രസാദ് പറഞ്ഞു അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് SFI പോലെ ഒരു പ്രസ്ഥാനം ആ മാനേജ്മെൻറ്റിനെ തള്ളിപ്പറയുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ്. കാരണം അത് ഇവിടുത്തെ MLA പോലും ആദ്യഘട്ടത്തിൽ ഈ അപകടത്തെ വെള്ളപൂശുവാനും മാനേജ്മെൻറ്റിനെ കുറ്റക്കാരല്ലാതാക്കാനും ശ്രമിച്ചപ്പോൾ SFI പോലെയുള്ള ഒരു സംഘടന പൂർണ്ണമായും ആ വീഴ്ചകളെ ഏറ്റെടുത്തു പറയുന്നു. ശിവപ്രസാദിൻ്റെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുകയല്ലേ, ഇതൊരു പരിസമാപ്തി വേണ്ടേ? സത്യത്തിൽ ഇന്ന് ഈ തണുത്ത് മരവിച്ച് കിടക്കുന്ന ആ പൊന്നുമോൻ്റെ തലക്കരികിൽ നിന്ന് ജനപ്രതിനിധികളും ഞങ്ങളുമെല്ലാം സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്ത് പറഞ്ഞാണ് നാം സ്മൃതി ആ രക്ഷകർത്താക്കളെ, ആ കൽപ്പണിക്കാരനായ മനുവിനെയും വീട്ടുജോലിക്ക് വേണ്ടി ഒരു അന്യദേശത്തേക്ക് പ്രവാസ ജീവിതത്തിലേക്ക് പോകേണ്ടി വന്ന, താൽക്കാലിക വ്യവസ്ഥയിൽ പോകേണ്ടി വന്ന ആ പൊന്നമ്മയും ആ കുഞ്ഞു സഹോദരിയെ നമ്മൾ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ വൈകാരികമായി പോകുന്ന ഒരു മുഹൂർത്തമായിരുന്നു ഇന്ന് സത്യത്തിൽ ആ വീട്ടിലുണ്ടായത്. ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് ആ സഹോദരി, 2 മണിയോടുകൂടിയാണ് ആ സഹോദരി വീട്ടിലേക്ക് എത്തിയത്. അതിന് മുമ്പ് തന്നെ ഉല്ലാസ്, ഇപ്പോൾ ഞാൻ കൊടിക്കുന്നിലേക്ക് പോവുകയാണ്. ഉല്ലാസ്, കൊടിക്കുന്നിൽ അടുത്ത ഫ്ലൈറ്റിന് പോകാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയ ശേഷം ശ്രീ കൊടിക്കുന്നിൽ, താങ്കളെ ഇന്ന് സ്കൂളിൽ കണ്ടു, മിഥുൻ്റെ സ്കൂളിൽ കണ്ടു. അതിനുശേഷം മിഥുൻ്റെ ആ കൊച്ചു കൂരയിലും താങ്കളെ കണ്ടു. താങ്കളാണ് മിഥുൻ്റെ അമ്മ സുജയെ നാട്ടിലെത്തിച്ചതെന്നാണ് ഇപ്പോൾ ഉല്ലാസ് കൗർ പറയുന്നത്. ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അങ്ങ് പൂർണ്ണമായും കണ്ടിരിക്കുകയാണ്. എന്ത് നടപടിയാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? കാരണം ബാലഹത്യ എന്നൊരു പ്രയോഗമാണ് ഇന്ന് KC വേണുഗോപാൽ നടത്തിയത്. ബാലഹത്യയാണ് നടന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. KC വേണുഗോപാല് എന്ന ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം വീട്ടിലെത്തിയിരുന്നു. തിരക്കിട്ട പരിപാടികൾ അനേകം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും ഈ സംഭവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹം മിഥുന്റെ വീട്ടിലെത്തിച്ചേരുകയും മൃതദേഹത്തിൽ വീട്ടിൽ സമർപ്പിക്കുകയും മാതാപിതാക്കളെ സന്ദർശിക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരും റിപ്പോർട്ടർ ചാനലിലെ പ്രസാദുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വിശേഷിപ്പിച്ചത് ബാലഹത്യയാണ് എന്നുള്ളതാണ്. സർക്കാർ സ്പോൺസേഡ് ബാലഹത്യയാണ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം, ഇതിനാരാണ് ഉത്തരവാദി? ആ ഉത്തരവാദി മറ്റാരും, ഇത് സർക്കാരും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ഏജൻസികളായ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം വൈദ്യുതി വകുപ്പും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളും സ്കൂൾ മാനേജ്മെന്റുമാണ് ഇതിന് ഉത്തരവാദി. അപ്പോൾ അത് തീർച്ചയായും മറച്ചു വെച്ചുകൊണ്ട്, മുമ്പ് വെച്ചുകൊണ്ട് ചില പൊടിക്കൈകൾ പെട്ടെന്ന് 5 ലക്ഷം രൂപ വൈദ്യുതി വകുപ്പ് കൊടുക്കുന്നു, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി വീട് പ്രഖ്യാപിക്കുന്നു, കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു, ഇളയ കുട്ടിയുടെ വിദ്യാഭ്യാസം ഞങ്ങൾ നോക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇവരുടെ പ്രശ്നം തീരുകയാണോ? ഈ മരിച്ച മിഥുനെന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ ദാരുണമായ അന്ത്യത്തിന് പരിഹാരമാണോ ഇതൊക്കെ? ഒരിക്കലുമല്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു സർക്കാരിന്റെ ഒരു അഭ്യാസം മാത്രമാണ് നടന്നിരിക്കുന്നത്. ആ കുടുംബത്തെ സംരക്ഷിച്ച് 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊണ്ട് ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അതൊരു നഷ്ടപരിഹാരമാണോ? അതല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുത്തത് കൊണ്ട് അവിടെ പ്രശ്നം തീരുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത് തീർച്ചയായും നമ്മുടെ മനസാക്ഷിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഈ സ്കൂളിൽ, അതായത് CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നടന്ന മനുഷ്യാവകാശ ലംഘനമോ ബാലാവകാശ ലംഘനവുമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദികളെ വെള്ളപൂശാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇവർ നടത്തിയത്. അവിടെ സ്കൂൾ മാനേജ്മെന്റിനെ രക്ഷപ്പെടുത്തിയിരിക്കുക. അങ്ങ് ഇന്നലെയും പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് വീഴ്ച, മാനേജറെ അറസ്റ്റ് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങൾ അങ്ങ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. ഇന്നിപ്പോൾ മാനേജറുടെ പ്രതികരണം വരികയാണ്. കുറ്റബോധത്തിൽ നിന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തുമ്പോൾ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നതടക്കമുള്ള പ്രതികരണം നടത്തുന്നു. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, കുറ്റബോധത്തോടെ പ്രതികരണമല്ല, അവരെ ശിക്ഷ അനുഭവിച്ച് മതിയാവും. അവരുടെ ഭാഗത്തുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിരിക്കുന്നു വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയും അത് സമ്മതിച്ചിരിക്കുന്നു. അപ്പോ വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് സമ്മതിച്ചിരിക്കുന്നു വൈദ്യുതി വകുപ്പിനും സ്കൂൾ മാനേജ്മെന്റിനും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന്
അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. മന്ത്രിമാർ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി അതിനെ അടിവരായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇത് നഗ്നമായ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ, മുഖ്യമന്ത്രി അത് അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞ് സ്കൂൾ മാനേജ്മെന്റും വൈദ്യുതി വകുപ്പും കഴിഞ്ഞിട്ട് മാത്രമേ ഹെഡ് മിസ്സസ് വരുന്നുള്ളൂ. പക്ഷെ ഹെഡ് മിസ്സസിനെ മാത്രം സസ്പെൻഡ് ചെയ്യാൻ വെപ്രാളം കാണിക്കുകയും അത് വേഗത്തിലാക്കുകയും മാനേജ്മെന്റിന്റെ വീഴ്ചയും ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയെ സംബന്ധിച്ച് അത് ഒരു നടപടി ഉണ്ടാകാതിരിക്കുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, ആ കുടുംബത്തിന് എല്ലാ സഹായവും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നൽകും. അവർക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കട്ടെ. സർക്കാരിന്റെ ഈ പ്രഖ്യാപനം തൽക്കാലം ജനരോഷത്തെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണോ സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണണം. നമുക്ക് വീട് മാത്രം പോരാ, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം മാത്രം പോരാ, ഇതിലെ കുറ്റവാളികളെ, മരിച്ചുപോയ ഇതിനെ അവർക്ക് ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കുറ്റവാളികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഇത് പ്രതികൾ അന്ന് പൊതുജനം കാണുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം യാത്രയിലാണ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. മാനേജറെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ ഉത്തരവാദിത്തം ഭരണസമിതിക്കാണ് എന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉണ്ട്, ഡോക്ടർ MN കാരശ്ശേരിയുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്കും പോകണം. ഇന്നത്തെ ദിവസം ഇന്ന് നാട് മുഴുവൻ മിഥുൻ്റെ കുടുംബത്തിനൊപ്പം കണ്ണീരണിഞ്ഞ നിമിഷങ്ങളായിരുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ ആ ദൃശ്യങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയത്. ആ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു യോഗം ചേരുന്നുണ്ട്, ഓണാഘോഷ പരിപാടികൾ ആലോചിക്കാനുള്ള യോഗം. ആ യോഗം ചേരുകയും ഓണാഘോഷ പരിപാടികൾ സംബന്ധിച്ച് റിലീസ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മന്ത്രി ചിഞ്ചുറാണിയുടെ സൂംബയെ മാത്രം വിമർശിച്ചാൽ മതിയോ എന്നൊരു ചോദ്യം ഉയരുകയാണ്. ഉല്ലാസ് ബാബു, ഇന്നത്തെ കാഴ്ച എല്ലാവരുടെയും കണ്ണുകളെ കണ്ണീരണിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് പ്രധാനാധ്യാപികയുടെ സസ്പെൻഷൻ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. വൈദ്യുതി വകുപ്പാകട്ടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, റിപ്പോർട്ട് കിട്ടാൻ കാത്തിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും അതിന്മേലുള്ള കൂടുതൽ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണ്. എന്ത് നടപടിയാണ് BJP ആവശ്യപ്പെടുന്നത്? നമ്മൾക്ക് സസ്പെൻഷൻ അപ്പുറമുള്ള നടപടികളിലേക്ക് പോയതായി ഇതുവരെ ഒരു കാര്യത്തിലും കേട്ടിട്ടില്ല. എൻ്റെ പൊന്നു സ്മൃതി, ഇതിൽ എന്ത് നടപടി എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്? ഞാൻ നോക്കട്ടെ, ഇവർ എത്ര കാലമായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നത്തിൽ ഇവർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ നടന്ന് റിപ്പോർട്ട് തേടുന്നുണ്ട്. മാധ്യമങ്ങളോട് ഇവിടുത്തെ മന്ത്രിമാർ പറയുക റിപ്പോർട്ട് തേടിയിട്ട് ഇവരുടെ റിപ്പോർട്ട് തേടി ആ റിപ്പോർട്ടുകളൊക്കെ എവിടെ ചവറ്റുകൊട്ടയിലിട്ടോ അവർ? ആ റിപ്പോർട്ടുകൾ ഇവർ നടപടിയെടുത്തോ? നടപടികൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തോ? അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായോ? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. റിപ്പോർട്ടർ ചാനൽ ഇതുവരെ 9 വർഷമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. നമുക്ക് സ്മൃതി ഇപ്പോൾ ഇന്നലെ ചർച്ച ചെയ്തു ഈ വിഷയം, ഇന്ന് ചർച്ച ചെയ്തു ഈ വിഷയം, മാക്സിമം നാളെയും കൂടി ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ട് എല്ലാവരും ആ ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസത്തെ വിഷയങ്ങൾ തീർന്നാൽ ആ കുട്ടിയുടെ വീട്ടുകാർക്കാണ് നഷ്ടമെന്ന് പറയപ്പെടുന്നത്. ആ മകൻ നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്കാണ്. അത് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പിന്നെ ഇവർ ന്യായീകരിക്കുന്നതിൽ എന്താ അർത്ഥമാണ്? ആ തുളസീധരൻ പിള്ള എന്ന് പറയപ്പെടുന്നവൻ പൊട്ടനാണോ? അത് 9 കൊല്ലമായിട്ട് ഈ ബിൽഡിംഗ് അവിടെ പണിയുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കമ്പി പോയിട്ടുണ്ടെന്നും ആ കമ്പി ഇതും അവിടെ പാടില്ല എന്നുള്ളതും മനസ്സിലാക്കാനുള്ള ബോധ്യമല്ലേ? അയാൾ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി അല്ലേ? അദ്ദേഹത്തിന് അത്യാവശ്യം വിവരം ഇതുള്ളതല്ലേ? ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ മാനേജറാണ് PK ഗോപൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് സ്വാഭാവികമായിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള ഇവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തട്ടിപ്പാണ്. KSEB കാശ് കൊടുക്കണോ, PTA പൈസ കൊടുക്കണോ, മാനേജ്മെന്റ് പൈസ കൊടുക്കണോ എന്ന തർക്കം ഉണ്ടായിരുന്നു സ്മൃതി അവിടെ. ആ തർക്കം പരിശോധിച്ച് ഇപ്പൊ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ സർക്കാരിന് ഒരു തർക്കമില്ല. ഇപ്പൊ ഓടി വരുന്നു, അത് കട്ട് ചെയ്യാനും കുഴപ്പമില്ല, കാല് കുഴിക്കാനും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് മുൻപേ ചെയ്യാൻ പറ്റും. കൃഷ്ണൻകുട്ടി പറഞ്ഞ എന്താണ് മന്ത്രി? സിസ്റ്റത്തിന് കുഴപ്പമുണ്ടായിരുന്നു. ആരെ സിസ്റ്റം പരിഹരിക്കേണ്ടത്? ഇവരല്ലേ സിസ്റ്റം പരിഹരിക്കേണ്ടത്? രണ്ടാമത്തെ, വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചാൽ എന്ത്? ആ കുട്ടിക്ക് നഷ്ടം സംഭവിച്ച കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഓരോ മന്ത്രിമാർ ചെയ്തു വെക്കുന്ന പരിപാടി എന്താ? കാട്ടിലെ ആന വന്ന് കുത്തിക്കൊന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പറയുന്നത് കാട്ടിലേക്ക് പോയിട്ടല്ലേ? ബിൽഡിംഗ് വീണ് മരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ അവർ ചോദിക്കുന്നത്? ഞങ്ങൾ തള്ളിയിട്ടതല്ലല്ലോ. പന്നിക്ക് വെച്ചിട്ട് ഒരു ഷോക്ക് വെച്ച സമയത്ത് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടതാണെന്ന് പറയപ്പെടുന്നു. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രി പറയുന്നു അത് വലിഞ്ഞു കയറിയതാണെന്ന് പറയപ്പെടുന്നു. അത് കഴിഞ്ഞ് ചുമ്പാ ഡാൻസ് കളിക്കാൻ പോകുന്നു. എന്താ അർത്ഥമാണ്? ബിനോയ് വിശ്വത്തിന്റെ ചുണ്ടത്ത് എന്താ സ്റ്റാപ്ലർ ഒട്ടിച്ചിരിക്കുക? സ്റ്റാപ്ലർ ഒട്ടിച്ചിരിക്കുക, മിണ്ടുന്നില്ലല്ലോ. ബാക്കി എല്ലാറ്റിനും മറുപടി. അപ്പൊ ഇവിടെ നടത്തിയത്
അല്ല ഇവരുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിനകത്ത് ഇന്ന് നടക്കുന്ന ഇപ്പം ഞാൻ തൃശ്ശൂരായിരിക്കുന്നത്, അയ്യന്തോൾ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 2002 മുതൽ തുടങ്ങിയിട്ടുള്ള മാതൃകാ റോഡ് നിർമ്മാണം 2025 എന്നൊരു പയ്യൻ മരിച്ചു, 26 വയസ്സായി മരിച്ചു. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഒരു പയ്യൻ മരിച്ചു, ആ അമ്മ കോമ സ്റ്റേജിൽ കിടക്കുന്നു. ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, തെരുവ് പട്ടികൾ, എൻ്റെ സ്മൃതി, ഞാനിതിൽ രാഷ്ട്രീയം നോക്കേണ്ടത്, അതിൽ BJPൻ്റെ മേത്ത് തെരുവ് പട്ടി കടിച്ചാലും, CPMൻ്റെ മേത്ത് തെരുവ് പട്ടി കടിച്ചാലും, കോൺഗ്രസിൻ്റെ മേത്ത് പഠിച്ചാലും, മാധ്യമപ്രവർത്തകരുടെ മേത്ത് കടിച്ചാലും നമുക്കല്ലേ പേളകുക? നമുക്കിനി മരുന്നുണ്ടോ അവിടെ? ആ മരുന്നുമില്ല. അപ്പോൾ ഈ തെരുവ് പട്ടികൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ നടന്ന് കടിച്ചിട്ട് ഇങ്ങനെ നെഞ്ച് നിവൃത്തി നിൽക്കല്ലേ, കാപ്പിത്താനെ, ഇരട്ടച്ചങ്ക, ക്യാപ്റ്റ, കഴിവുണ്ടെങ്കിൽ പിടിക്കണ FIR ഇടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കല്ലേ. ഒരു 3 മുഴ കയറ് വെച്ചിട്ട് അതിൻ്റെ കാലം കെട്ടി മാറ്റിയിടാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? കാലം എത്ര തെരുവ് പട്ടികൾ വെല്ലുവിളിക്കുന്ന ഇന്ത്യയിലെ ഏക സർക്കാരായിട്ട് ഇവർ മാറുകയല്ലേ? ഇവർക്ക് ഇപ്പൊ ഇതിലൊന്നും ഒരു വിഷയമല്ലെന്ന് ജനങ്ങളോട് കാണിക്കുന്നത്. ഞാൻ സ്മൃതി രാഷ്ട്രീയമല്ല ഈ കുട്ടി മരിച്ച വിഷയത്തിൽ എന്ത് രാഷ്ട്രീയമാണ്? എത്ര കാലമായിരുന്നു, എത്ര ലക്ഷം ആളുകളെ കടിച്ചു, എത്ര ആളുകൾക്ക് പ്രയാസമുണ്ടായി. പിന്നെ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ആദ്യത്തെ സംഭവമാണ്. നോക്കൂ, രവീന്ദ്ര മാഷുള്ള സമയത്ത് മന്ത്രിയായിരിക്കുന്ന സമയത്തല്ലേ പാമ്പ് കടിച്ച് ഒരു പെൺകുട്ടി മരിച്ചു പോയത്. അതിനുശേഷം ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ, പുതുക്കാട് മണ്ഡലത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിനകത്ത് ഒരു സ്കൂൾ കെട്ടിടം കെടുക്കണു, കടിച്ചു പറഞ്ഞേ വീണു. അപ്പോൾ ഇവർക്ക് എവിടെയാണ് ഉത്തരവാദിത്തമുള്ളത്? ആരാണ് ഈ ഉത്തരവാദിത്തം നടപ്പിലാക്കേണ്ടത്? പൊതുസമൂഹത്തിനകത്ത് എന്ത് ചെയ്താലും, ബിന്ദു മരിച്ചാലും ഇവർക്ക് പ്രയാസമില്ല, ആരെ കുത്തിക്കൊന്നാലും ഇവർക്ക് പ്രയാസമില്ല, കുട്ടികൾ മരിച്ചു വീണാലും ഇവർക്ക് പ്രയാസമില്ല. ചോക്കടിച്ച് മരിക്കുക, പട്ടി കടിച്ചു മരിക്കുക, അല്ലെങ്കിൽ പാമ്പ് കടിച്ചു മരിക്കുക, അല്ലെങ്കിൽ കുഴിയിൽ വീണ് മരിക്കുക, ബിൽഡിംഗ് വീണ് മരിക്കുക, മരുന്ന് കിട്ടാതെ മരിക്കുക, വടിവാളും വെട്ടോത്തിയുമായിട്ട് ആളുകൾ ഇറങ്ങുക, ബോംബിട്ട് കൊല്ലുക, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കണക്കും വെച്ചിട്ട് ആ റാങ്ക് ഈ റാങ്ക് എന്ന് പറയാന്നല്ലാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും സുരക്ഷിതരല്ല കേരളത്തിൽ. ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ആ നാട് ഭരിക്കുമ്പോൾ ആ നാട് ഭരിക്കുന്നത് സ്വാഭാവികമായിട്ട് ആ ജനങ്ങളുടെ സുരക്ഷിതത്വം. ആ സുരക്ഷിതത്വം സംരക്ഷിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ ഇവർ പണി നിർത്തിപ്പോണം, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം? അത് കഴിവും പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ വെക്കണം. അതിന് ഇവിടുത്തെ ഈ 21 പറഞ്ഞ ഉദ്യോഗസ്ഥർ കേൾക്കില്ല. ഈ ഞാൻ ചോദിച്ചോട്ട് സ്കൂളിനകത്ത് HM ഇവർ പുറത്തായി ഒരു സസ്പെൻഡ് ചെയ്തെന്ന് പറയപ്പെടുന്നു. HM ഇത്ര കാലമായിട്ട് ലെറ്റർ കൊടുത്തു എന്ന് പറയപ്പെടുന്നു. ഈ ലെറ്റർ അവിടുത്തെ പഞ്ചായത്തിൻ്റെ അകത്തില്ല. ഈ ലെറ്റർ തുളസീധരൻ പിള്ളയ്ക്ക് അറിയില്ല. അത് തുളസീധരൻ പിള്ള ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവല്ലേ, ഓല കൃഷ്ണൻകുട്ടീനെ എന്ന് പറയണം. എന്താ ബുദ്ധിമുട്ട്? യാഥാർത്ഥ്യമല്ലേ ചോദ്യം? നോക്കൂ ഉല്ലാസ് ബാബു, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ ലൈൻ മാറ്റുകയാണ്. അവിടെ അപകടകരമായ സ്ഥിതിയിൽ നിൽക്കുന്നത്, അത് ഞാൻ പറയാം, അപകടകരമായ സ്ഥിതിയിൽ നിൽക്കുന്ന ലൈൻ മാറ്റുന്ന ഇത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു എന്നതാണല്ലോ ഇപ്പോൾ തെളിയിക്കുന്നത്. തീർക്കാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജീവൻ പോകേണ്ടി വന്നു ഈ നടപടിയിലേക്ക് കടക്കാൻ. രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ പറയണത്, ഇത് യാഥാർത്ഥ്യം. ആര് ഭരിച്ചാലും ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഇത് ആര് ഭരിച്ചാലും ചെയ്യേണ്ടതാണ്. എനിക്ക് 13 വയസ്സായ മോളാണ് സ്മൃതി. സ്വാഭാവികമായിട്ട് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിനകത്ത് ഇങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യും. എന്ത് യുദ്ധം പറ്റിയിട്ടാലും, ഏതൊരുത്തം മന്ത്രിയായിരുന്നാലും, ഏതൊരുത്തം മാനേജർ ആണെങ്കിലും ഞാൻ കൃത്യമായിട്ട് ആ വിഷയത്തിൽ ഇടപെടും. സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരുത്തൻ അവിടെ മാനേജറായിട്ട് ഇരിക്കുകയാണ്. അയാൾ പൊട്ടനും മണ്ടനും വിഡിയൊന്നുമല്ല, അയാൾ നല്ല പ്രാപ്തിയുള്ളവനാ. അപ്പൊ അയാൾ KSEB കൊണ്ട് ഈ കാച്ചിന് ലാഭം നോക്കിയിട്ട് ഈ വേഷം കിട്ടും നടത്തിയിട്ട് 9 കൊല്ലം മുമ്പ് അതിന്റെ മുമ്പിൽ ഈ സാധനം വെൽഡ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഇപ്പം അറിയില്ലായിരുന്നു ഇത് പ്രശ്നം ഉണ്ടാകുന്ന. ഇതിന്റെ തൊട്ട് മുമ്പത്തെ മാനേജർ PK ഗോപൻ അറിവ് പ്രാപ്തിയില്ലാത്ത ആളാ, അയാൾക്ക് അറിയില്ലായിരുന്നോ? ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്ക് അറിയില്ലായിരുന്നോ? ഇനി ഈ വിദ്യാഭ്യാസ വകുപ്പിലെ നിരവധി ഗുണശേഖരന്മാർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പരിശോധന നടത്തി പോയിട്ടുണ്ടെന്ന് രേഖയുണ്ടല്ലോ. ഈ പരിശോധന നടത്തുന്ന ഈറ്റിക്കണ്ടപ്പന്മാർക്ക് അറിയില്ലായിരുന്നോ ഇതൊക്കെ പ്രശ്നമായിട്ട് വരുമെന്ന്? അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൾക്ക് അറിയില്ലായിരുന്നോ? അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റേഴ്സിന് അറിയില്ലായിരുന്നോ ഇത് വലിയ പ്രശ്നമാണ്, കുട്ടികൾക്ക് നാളെ ദോഷം സംഭവിക്കുന്നു? ഒക്കെ മിണ്ടാണ്ട മാസച്ചമ്പളവും മേടിച്ച് സുഖമായിട്ട് കുടുംബത്തെ പോയിട്ട് ഇരുന്നിട്ട് ഒരു കുടുംബത്തെ കുട്ടിയെ പോയത് 10-13 വയസ്സായിട്ടുണ്ട്. അതാ വളർന്നു വന്നിട്ട് വേണം കരുതലാകാൻ, ആ കുടുംബത്തെ വളർത്തി വലുതാക്കാൻ. കടന്നു വന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയി എന്നാണ് ബാലാവകാശ കമ്മീഷനും പറഞ്ഞത്. കാരണം ഈ ദുരന്തം മാത്രമല്ല, ക്ലാസ് മുറികൾ നടന്നു കാണുകയാണല്ലോ. അവിടുത്തെ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും സ്ഥിതി, അവിടുത്തെ ചുമരുകളുടെ സ്ഥിതി, അവിടുത്തെ ജനാലകളുടെ സ്ഥിതി, തുരുമ്പിച്ച് പൊട്ടി വീഴാറായ രീതിയിൽ ആ സ്കൂളും ബെഞ്ചുകളും ഒക്കെ കാണുകയാണ്. സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, ദരിദ്രരായ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ. അപ്പോൾ അത് മതി എന്ന ആലോചനയാണോ ഇതിന് പിന്നിൽ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നത്? അവിടെയാണ് മാനേജ്മെന്റ് ഇതിൽ കുറ്റവാളികളാകുന്നത്, പ്രതികളാകുന്നത്. ഡോക്ടർ MN കാരശ്ശേരി, ഇപ്പോൾ നടപടി വേഗത്തിലുണ്ടാകും, റിപ്പോർട്ട് തേടിയിരിക്കുന്നു, ഇതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് തേടൽ നമ്മൾ ബിന്ദുവിന്റെ മരണത്തിലും കേട്ടതല്ലേ? അങ്ങ് കണ്ടോ ആ റിപ്പോർട്ട്? ആരാണ് കുറ്റക്കാർ? അങ്ങേക്ക് അറിയാമോ ആരാണ് കുറ്റക്കാരെന്ന്?
ഇതുവരെ ശിക്ഷയുണ്ടായോ? ഇതിലും റിപ്പോർട്ട് തേടിയിരിക്കുന്നു. വളരെ വേഗം വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. ബിന്ദുവിന്റെ മരണത്തിൽ മന്ത്രി വീണ ജോർജിനുണ്ടായ അബദ്ധം ഇപ്പോൾ ശിവൻകുട്ടിക്ക് ഉണ്ടായിട്ടില്ല. വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. മുഖം നോക്കാതെ നടപടി എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ എന്താണ് നടപടി? സ്മൃതി, നമ്മുടെ നാട്ടിൽ ഇത്തരം എല്ലാ കാര്യങ്ങളും ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അത് ചാനലിലും പത്രത്തിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ചർച്ചയാവും, പിന്നെ അത് വിട്ടുപോകും. ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ കർത്തവ്യം എന്ന് പറയുന്നത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും രക്ഷ കൊടുക്കുക എന്നാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇപ്പം ഈ കേസിനെ എടുത്തു നോക്കൂ. എൻ്റെ കണക്കിന് ഇതിൽ ആദ്യത്തെ കുറ്റവാളി ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ്. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആര് കൊടുത്തു, അത് ആര് വാങ്ങി, ആ മാനേജർ ഉത്തരവാദിയാണ്. പിന്നെ എൽസിഡി ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ഉത്തരവാദികളാണ്. എൻ്റെ കണക്കിന് 4ാമത് വരുന്ന ഒരാളാണ് അവിടുത്തെ പ്രധാനാധ്യാപിക. ഇപ്പം നടപടി എടുത്ത ആരെ പറ്റിയാണ്? പ്രധാനാധ്യാപികയെ പറ്റിയാണ്. മാനേജർക്ക് നടപടിയില്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ നടപടിയില്ല. അതാരാന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ശരിയാണ്. ഒന്നിടപെട്ടോട്ടെ കാർശ്ശേരി മാഷെ, ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്കും അതിന്റെ വാർത്തയിലേക്കും ഒന്ന് പോകേണ്ടതുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ അവിടെ സ്കൂളിൽ അവിടെ ലൈൻ മാറ്റുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ദിലീപ് ദേവസ്യയുടെ വിവരങ്ങളുമായി. ദിലീപ്, ഇത്ര കാലമായി അനാസ്ഥയുടെ ചിത്രമായി കടന്നിരുന്ന അവിടെ ആ ഇലക്ട്രിക് ലൈൻ, അവിടെ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്താണ് വിവരങ്ങൾ? മെയ് 31 പൂർത്തിയാക്കേണ്ട ജോലിയാണ് ഇപ്പോൾ KSEB അതിവേഗത്തിൽ ഇരുട്ടിന്റെ മറവിൽ ചെയ്ത് പോയിരിക്കുന്നത്. അതായത് ഈ KSEB ലൈൻ, ഈ മുമ്പ് അപകടം വരുത്തിയ മിഥുന്റെ ജീവൻ എടുത്ത ഈ വൈദ്യുതി ലൈൻ ഈ രാത്രി തന്നെ മുറിച്ചു മാറ്റി അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അല്പം മുമ്പായിരുന്നു ഈ ഇരുട്ടത്ത് ഈ KSEBയുടെ ഉദ്യോഗസ്ഥരെത്തുന്നു. വേഗത്തിൽ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടുന്ന് പോയ സമയത്തെത്തി ആ കേബിൾ മുറിച്ചു മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മെയ് 31 ചെയ്ത് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ മിഥുന്റെ ജീവൻ എടുത്ത ശേഷം ഇപ്പോൾ വന്ന ഈ കുട്ടി മരിച്ചു. അത് വലിയ വിവാദമായതിനു ശേഷം ഇപ്പോൾ KSEB രാത്രി വന്ന് തന്നെ ആ വൈദ്യുതി ലൈൻ പൂർണ്ണമായും ഇവിടെ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതാണ്. അത് അറുത്തു മാറ്റുകയും അത് തന്നെ അവർ കൊണ്ടുപോകുകയും ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ പോകുന്ന 440 വോൾട്ടിന്റെ ആ ലൈനാണ് മുറിച്ചു മാറ്റിയത്. അത് കൊണ്ടുപോകുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്ത ഗേൾസ് സ്കൂളിലേക്കും അതോടൊപ്പം തന്നെ അടുത്തുള്ള വീട്ടിലേക്കും വൈദ്യുതി ലൈൻ കൊടുക്കേണ്ടത് അത് സ്കൂളിന്റെ തന്നെ സ്വന്തം ചെലവിലാകണമെന്ന് നേരത്തെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇവിടെ ഉത്തരവിൽ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും മിഥുന്റെ ജീവൻ എടുത്ത ആ വൈദ്യുതി ലൈൻ അല്പം വൈകിട്ടാണെങ്കിൽ പോലും അത് ഇപ്പോൾ ഈ രാത്രി തന്നെ KSEB മൈനാഗപ്പള്ളിയിലുള്ള സെക്ഷൻ വന്ന് എടുത്തുപോയി ഈ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. സ്മൃതി, ശരി, വളരെ വേഗത്തിൽ നടത്താവുന്ന ഒരു കാര്യമായിരുന്നു. ആളുകളില്ലാത്ത സമയത്താണ് ഇപ്പോൾ ജീവനക്കാരെത്തി വൈദ്യുതി ലൈൻ വലിച്ചത്, അവിടെ നിന്ന് മാറ്റിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ദിലീപ് ദേവസ് നൽകുന്നത്. ഡോക്ടർ എം എൻ കാരശ്ശേരി, അങ്ങേക്ക് തുടരാം. ഒരു റിപ്പോർട്ട് തേടി എന്ന് പറയുമ്പോൾ റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടോ, അതിന്മേൽ എന്ത് നടപടി എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിനു മുൻപും. സ്മൃതി, ഇപ്പോൾ ഇത്തരം ഒരു ദുരന്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിൻ്റെ യാതൊരു വിവേകവും നമ്മുടെ മിക്ക മന്ത്രിമാർക്കും ഇല്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. അപ്പം അന്ന് വാസവൻ ചോദിക്കുകയാണ് കോട്ടയത്ത് ആ കെട്ടിടം വീണ് ബിന്ദു മരിച്ചതിനെ പറ്റി, അത് ഉന്തിത്തള്ളിയിട്ടല്ലോ, ഇങ്ങനെയാണോ സംസാരിക്കുക? ഇപ്പം ഇന്ന് ചിഞ്ചുറാണി അല്ലെങ്കിൽ അന്ന് ബിന്ദു മരിച്ച സമയത്ത് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് സംസാരിച്ചത് ഇതുപോലെ. ഇവർക്ക് ഇത് ഒരു കാര്യം നേരിടുമ്പോൾ ജനങ്ങളുടെ ഒരു ദുരന്തത്തിൻ്റെ കൂടെ നിൽക്കുക, അതിനോട് അനുഗുണമായ രീതിയിൽ സംസാരിക്കുക, പ്രതികരിക്കുക, അതുപോലുമുള്ള വിവേകം, രാഷ്ട്രീയ വിവേകമാണത്, അത് രാഷ്ട്രീയ പ്രതിബദ്ധതയിൽ നിന്ന് വരുന്നതാണത്. അതില്ല എന്നുള്ളത് എന്തൊരു കഷ്ടമാണ്. പിന്നെ ഇപ്പോഴുള്ള ഒരു സ്ഥിതി എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാൻ അതിനെ എതിർത്തല്ല ഒരു വാക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കഷ്ടം അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്ത് പ്രശ്നം തീർത്താൽ പിന്നെ മറ്റ് സ്കൂളുകളിൽ അല്ലെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒക്കെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ആലോചന തന്നെ വേണ്ടാതെ ഇപ്പോൾ. ഇപ്പോൾ കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ അല്ലെങ്കിൽ CBSE സ്കൂളുകളിൽ അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയത്തിലൊന്നും ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടാവില്ല. പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ്.
അതിപ്പോൾ ഈ ദുരന്തം നടന്ന സ്കൂൾ മാത്രമല്ല മറ്റു സ്കൂളുകളിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തത് കൃത്യമാണോ തുടങ്ങിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ വേണ്ടത്. ഇതിൽ ഇപ്പോൾ സർക്കാർ എല്ലാ കാലത്തും പറയുന്ന കാര്യം വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ വല്ലാതെ മാറ്റം ഉള്ള ഒരു കാര്യമാണ്. സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിൽ ശരിയാണ്, വലിയ നിലവാരത്തിലേക്ക് അത് എത്തുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിലെ കെട്ടിടങ്ങളും മാറുന്നു, ബെഞ്ചുകൾ മാറുന്നു, എല്ലാം മാറുന്നുണ്ട്. അത് നവീനമായി തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പറയുന്ന എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മുൻപ് എയ്ഡഡ് സ്കൂളുകൾ വലിയ നിലവാരത്തിലെന്ന് പറഞ്ഞത് അത് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത അവസ്ഥ. മാനേജ്മെൻറ്റുകൾ അതത് മാനേജ്മെൻറ്റുകളുടെ നിലപാടനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എത്ര വർഷമായി ഇവിടെ ഈ ഭരണസമിതി മാറിയിട്ട് എന്നൊക്കെയുള്ള വിഷയം അവിടെ നിൽക്കുന്നു. മറ്റാരെയും അടുപ്പിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം അവിടെ ഭരിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളിൽ ബാക്കി ആരെയും ഇടപെടാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തന്നെ പ്രതികരിക്കുന്നത്. കൊടിക്കുന്നിലും പറഞ്ഞത് എന്നെയൊന്നും ഒരു പരിപാടിക്ക് പോലും അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പൊതുവിദ്യാലയങ്ങൾ തകരുമ്പോൾ അനവധി കാര്യങ്ങളാണ് തകരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ ഓരോ സമുദായക്കാരും അവർക്ക് വേണ്ട സ്കൂൾ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനാധിപത്യം, നമ്മുടെ നാട്ടിലെ സെക്കുലറിസം, നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം ഒക്കെ നിലനിർത്തിക്കൊണ്ടുവന്ന വലിയ പാരമ്പര്യം ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾക്കുണ്ട്. കാരണം നമ്മളെല്ലാം ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് കുളിക്കുന്നു, നമ്മുടെ ഗുരുനാഥന്മാർ തുല്യരാണ്, നമ്മുടെ കലാരൂപങ്ങൾ തുല്യമാണ് എന്ന തരത്തിലാണ് അനവധി കാലം പോകുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നായരുടെ സ്കൂള്, മുസ്ലിമിൻ്റെ സ്കൂള് എന്ന തരത്തിൽ, ക്രിസ്ത്യാനിയുടെ സ്കൂള്, ഈഴവൻ്റെ സ്കൂള് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. വളരെ കഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് അപ്പുറത്തുള്ളൊരു സംസ്കാരം, ഒരു പാരമ്പര്യം, ഒരു കലാരൂപം പരിചയപ്പെട്ടോളന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പരിചയപ്പെടുകയോ ഒന്നിച്ച് ഊണുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ബന്ധമൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ പൊതുവിദ്യാലയം ദുർബലമാവുക എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിടത്തിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ തരത്തിലോ ഏതെങ്കിലും തരത്തിൽ അത് ദുർബലമാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം ദുർബലമാവുക എന്നാണ്. അപ്പോൾ കാശുള്ള സാമുദായിക സംഘടനകൾ സമുദായത്തിന് വേണ്ടി, സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്കൂൾ നടത്തുന്നു. അപ്പോൾ അതിൽ കഷ്ടനുഭവിക്കുന്ന ഒരു പ്രധാന സാധനം നമ്മുടെ മാതൃഭാഷയാണ്. അപ്പോൾ ഇവർക്ക് പലർക്കും മലയാളം വേണ്ട, ഇംഗ്ലീഷ് വേണം, സംസ്കൃതം വേണം, അറബി വേണം, അങ്ങനെ. അപ്പോൾ മലയാളം ഒരു സഹതാപ കഥാപാത്രമാകുന്ന ഒരു അവസ്ഥ സ്കൂളുകളിലുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം വരുന്നുണ്ട്. ഇപ്പോൾ അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പൊതുവിദ്യാലയങ്ങളുടെ സ്വഭാവം, അതിൻ്റെ സംഭാവന, അതിൻ്റെ ഊർജം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടുമ്പുറങ്ങൾക്കും നഗരങ്ങൾക്കും വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. ഞാനത് ആവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സമുദായ മൈത്രിക്ക്, മതസൗഹാർദ്ദത്തിന്, മതേതരത്വത്തിന് വലിയ സംഭാവന കൊടുക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾ. അപ്പോൾ അവിടുത്തെ കെട്ടിടം, അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന വാഹനം, അല്ലെങ്കിൽ അവിടുത്തെ കുളം, അല്ലെങ്കിൽ അവിടുത്തെ കളിസ്ഥലം ആലോചിച്ച് നോക്കൂ. ഈ നവകേരള സദസ്സ് വരുമ്പോൾ പല സ്കൂളിൻ്റെയും ചുമരിടിച്ച് അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. എന്തൊരു ശ്രദ്ധയാണെന്ന് കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടടി നടക്കുന്നതിന് പകരം അത് അന്ന് നേരെയാക്കി കൊടുക്കാൻ പിന്നെ ആളുണ്ടാവില്ല. ഇതാണ് ഈ 2 ദിവസത്തേക്ക് ഈ ഊർജ്ജം മുഴുവൻ 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഒരു ബസ്സിൽ, AC ബസ്സിൽ, കേരളത്തിലെ ഏറ്റവും ലക്ഷറി ആയ ഒരു ബസ്സിൽ വരുന്ന നമ്മുടെ MLA-മാർക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊന്നും 2 അടി നടക്കാൻ വയ്യാത്തതുകൊണ്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ട് വാൾ പൊളിക്കുകയാണ്. അപ്പോൾ അത്ര ശ്രദ്ധ ആ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതേ ഗവൺമെൻറ്റാണ്, അതേ മുന്നണിയാണ് ഈ തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? അതിപ്പോൾ ഇന്ന് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണല്ലോ. കാരണം ഏറ്റവും വലിയ കുറ്റവാളി, കുറ്റം തുടങ്ങുന്ന അവിടെയാണ്. അതിന്റെ മറുപടി കൂടി നമുക്ക് ലഭിക്കേണ്ടതാണ്. തിരിച്ചെത്താം. ശ്രീ ഉല്ലാസ് കോവൂർ, ഇപ്പോൾ ഈ ആർക്കൊക്കെ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുമ്പോൾ ഈ പഞ്ചായത്തിനുമുണ്ടല്ലോ ഉത്തരവാദിത്വം. പഞ്ചായത്ത് പറയുന്നു ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. ഈ മാനേജ്മെന്റുമായിട്ടുള്ള തർക്കത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പഞ്ചായത്താണ്. അത് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കൊടുത്തു എന്ന ചോദ്യമുണ്ടല്ലോ. ഒരു തരത്തിലും ഫിറ്റ് അല്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഉല്ലാസ് കോവൂർ ക്ലാസ് തുടങ്ങുക? അത് വേണമെന്നേ. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ മൈനാഗപ്പള്ളി ഒരു പരമാധികാര സ്വതന്ത്ര അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിനകത്തേക്ക് ഉച്ചക്കഞ്ഞി വിതരണത്തിൽ പഞ്ചായത്ത് മെമ്പറെ
സഹകരിപ്പിക്കാത്ത ഒരു സ്കൂള് എന്ന് പറഞ്ഞ് ഞാനത് ആവർത്തിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇത് അങ്ങ് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. അല്ല ശ്രീ ഉല്ലാസ് കോവൂർ, ക്ലാസ് തുടങ്ങണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമോ വേണ്ടയോ? സ്മൃതി ഞാനത് പറഞ്ഞോട്ടെ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് എത്രയോ വർഷം മുമ്പുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ചാനലുകളിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ ദുരന്ത മുഖത്ത് വന്ന് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് കാണൂ. ഈ ഫോട്ടോ നിങ്ങളൊന്ന് കാണൂ. ദാരിദ്ര്യത്തെ, പട്ടിണിയെ സാമ്പത്തികം കൊണ്ട് അളക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയതിൻ്റെ അശ്ലീല ചിത്രമല്ലേ സ്മൃതി ഇത്? KSEB ആരാ? KSEB ആരാണ്? KSEB ഈ വിഷയത്തിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാ. KSEBിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടുത്തെ MLAയും ഇവിടുത്തെ മുൻ MP ആയിരുന്ന ശ്രീ K സോമപ്രസാദും ഇവിടുത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇന്നലെ ഈ ദുരന്തമുഖത്ത് ഞാനും ശ്രീ NK പ്രേമചന്ദ്രൻ MPയും കൂടി ഇന്നലെ വീട്ടിൽ മിഥുൻ്റെ വീട്ടിനകത്ത് കയറിയപ്പോൾ അവരുടെ ബന്ധുക്കൾ ഞങ്ങളെ ആ വീട്ടിനകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. ആകാശം കാണാവുന്ന ഓടുകൾ, പൊട്ടിക്കീറിയ ഭിത്തികൾ, ആ ദാരിദ്ര്യത്തിൻ്റെ മുന്നിലേക്ക് വന്ന് ഇത്തരത്തിലൊരു ഫോട്ടോ. ഇതെന്താ സ്റ്റേഡിയത്തിലെ മാൻ ഓഫ് ദ മാച്ചിന് പ്രൈസ് കൊടുക്കുന്നോ? ഇതൊരു മര്യാദ വേണ്ടേ? ഞങ്ങൾ ഇതൊന്നും പറയണ്ട രാഷ്ട്രീയത്തിലേക്ക് ഇതിനെ വലിച്ചിഴക്കേണ്ട, സങ്കുചിതമായ താല്പര്യങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകരുതെന്ന നിശ്ചയദാർഢ്യം ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ ഞങ്ങൾ കാണിക്കുന്നു. പിന്നെ അനീതി കണ്ടാൽ ഇടപെടണ്ടേ? സമരം എന്ന് പറയുന്നത് സമരം ചെയ്യാത്ത സർക്കാരാണോ ഇവിടെ ഉള്ളത്? ഇവിടെ ഇത് എത്ര അശ്ലീലമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ മാൻ ഓഫ് ദ മാച്ചിന് ട്രോഫി കൊടുക്കുന്നത് പോലെ ആ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തെ ഇത്ര അവഹേളിച്ചില്ലേ ഈ സർക്കാർ? ഒരു ഭരണകക്ഷി MLAയുടെ നേതൃത്വത്തിൽ, ഒരു CPMന്റെ ഏരിയ സെക്രട്ടറി, ഒരു മുൻ MP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഫോട്ടോഷൂട്ട് നടത്തിയ ആ കുരുന്നുപാലൻ്റെ തണുത്തു വിറച്ച മൃതശരീരം ആ ശാസ്താംകോട്ട മോർച്ചറിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്താൻ ഉളുപ്പും നാണവും മനസാക്ഷിയും വേണ്ടേ സ്മൃതി? എന്നിട്ട് ഗ്രാമപഞ്ചായത്തിനെ കുറ്റം പറയുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറ്റം പറയുക. ആ പൊന്നുമോൻ്റെ ഒരു സങ്കട വീഡിയോ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ആ പൊന്നുമോൻ, ആ 13-കാരൻ, ആ 8ാം ക്ലാസ്സുകാരൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് സ്മൃതി. ഇതെന്താണ്? ഈ നാട് എങ്ങോട്ടേക്കാണ് ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്നത്? പരിഹാസ്യമായ നടപടികൾ പലയിടത്തായി കാണുന്നു എന്നുള്ളതാണ്. ഞാൻ SFI പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശിവപ്രസാദ്, വീഴ്ചകൾക്ക് ശേഷമുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളിൽ മനസാക്ഷിയില്ലാത്ത പ്രതികരണങ്ങൾ, മനസാക്ഷിയില്ലാത്ത ചെയ്തികൾ, അത് ഒന്നും രണ്ടുമല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഇതിനൊക്കെ ആരാണ് മറുപടി നൽകേണ്ടത്? ആ കുടുംബം മര്യാദ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇതിനു ശേഷവും അവിടേക്ക് എത്തിയ മന്ത്രി ചിഞ്ചുറാണി അപമാനിക്കാഞ്ഞത്. അതുപോലെ മോശമായി പെരുമാറിയ ഈ പറഞ്ഞ ചെക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാക്കി അവതരിപ്പിക്കുകയാണത്. ഒരു പൊതുപരിപാടിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ആ ചെക്ക് കൊടുക്കുന്ന പടമെടുക്കുകയാണ്. ഇതിനെയൊക്കെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഇതിനോടൊക്കെ ആരാണ് പ്രതികരിക്കേണ്ടത്? ഈ മാധ്യമങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. SFI എല്ലാത്തിലും സമരത്തിലിറങ്ങുന്ന താങ്കൾ പറഞ്ഞു, ആത്മരോഷം നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് എല്ലാ വിഷയത്തിലുമെന്ന്. ഒരു പ്രകടനം നടത്തി, പക്ഷേ നിങ്ങൾ തുടർച്ചയായി പ്രതികരിക്കുകയും തുടർച്ചയായി നടപടി ആവശ്യപ്പെടുകയും ചെയ്ത വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. തെരുവുകളിൽ നിങ്ങൾ എത്രത്തോളം പ്രതികരിക്കുന്നു എന്നുള്ള പല വിഷയങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന ചോദ്യം കൂടിയുണ്ട് ശിവപ്രസാദ്. ഞങ്ങളുടെ ആത്മാർത്ഥതയ്ക്കെതിരായ ചോദ്യം ഇവിടെ നിൽക്കട്ടെ, ഞാനതിന് മറുപടി പറയാം. ഇവിടെ ഞങ്ങളിതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ RSPയുടെയും BJPയുടെയും പ്രതിനിധി ഇവിടെ പറഞ്ഞത് അത്രയും രാഷ്ട്രീയമാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതായിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ദാരുണമായ സംഭവം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ ഉണ്ടാകുന്നു. ആ എയ്ഡഡ് സ്കൂളിലുണ്ടായ സംഭവത്തെ ആരെങ്കിലും ന്യായീകരിച്ചോ? ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയെ സംബന്ധിച്ച് ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചു. എന്താണ് ഗവൺമെൻറ് ചെയ്തത്, എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത്, ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ വിശദീകരിച്ചു. അതിനെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, അതിനെ എന്തിനോടെല്ലാമാണ് സമീകരിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകെ തകർച്ചയിലേക്കാണ് എന്ന നിലയിലേക്ക് ഈ ചർച്ചയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ബോധപൂർവ്വ ശ്രമം ഈ സംഭവത്തിന് ശേഷം കേരളത്തിലാകെ നടക്കുകയല്ലേ? അതിനാരാ നേതൃത്വം കൊടുക്കുന്നത്? അതിന് രാഷ്ട്രീയമാനം കൊടുക്കുന്നത് ആരാ? അങ്ങനെ ഈ സിസ്റ്റം, ഇപ്പോൾ സിസ്റ്റം എന്ന പുതിയ വാക്കാണല്ലോ നമ്മൾ ഉത്ഭവിപ്പിച്ചിരിക്കുന്നത്, ആ സിസ്റ്റം തകർച്ചയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുകയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, പൊതുവിദ്യാഭ്യാസ സിസ്റ്റം തകർച്ചയിലാണോ കേരളത്തിൽ? ഈ ചർച്ചയിൽ മേടാണല്ലോ പറഞ്ഞത്. അല്ലല്ല, ഈ ചർച്ചയിൽ മേടാണല്ലോ പറഞ്ഞത്. സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പ്രശ്നങ്ങൾ എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? ശിവപ്രസാദ്, ഈ ചർച്ചയിൽ നിന്നല്ല, ഇതും സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. സിസ്റ്റം എവിടെയൊക്കെ താളം തെറ്റുന്നു എന്നുള്ളത് ആദ്യം പറഞ്ഞത് ആരാണ്? ആരോഗ്യമന്ത്രിയല്ലേ?
എന്നിട്ട് ആ ഞാൻ സിസ്റ്റം തിരിച്ച് നേരെയാക്കിയോ? മേഡത്തോട് ചോദിക്കുകയാണ്. ആ സിസ്റ്റം ഞാൻ തിരിച്ച് നേരെയാക്കിയോ, മേഡത്തോട് ശിവപ്രസാദ്? ചോദിക്കുകയാണ്. ഞാൻ താങ്കൾക്ക് തിരിച്ച് ബിന്ദു മരിച്ച സംഭവത്തിൽ എന്ത് നടപടി താങ്കൾ കണ്ടു, ശിവപ്രസാദ്? ഒന്ന് പറയാമോ? ബിന്ദു മരിച്ച സംഭവത്തിൽ അതെ അതെ അതിനോടെല്ലാം കൂട്ടിക്കെട്ടി സമീകരിച്ച് ഇതിനോടെല്ലാം കൂട്ടിക്കെട്ടാമോ അതിനോടെല്ലാം കൂട്ടിക്കെട്ടി വലിയ വികാരമാക്കി സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതെല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ കൂട്ടിക്കെട്ടിയ പറ്റുമെന്നേ. സമീകരണം തന്നെയാണ്. അതെങ്ങനെയാണത്? അതെങ്ങനെയാണത്? വേറെ വകുപ്പാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അത് ആരോഗ്യ വകുപ്പ്, ഇത് വിദ്യാഭ്യാസ വകുപ്പ്. രണ്ട് വീഴ്ചകൾ എന്നെ എന്നാണോ? പറയാൻ അനുവദിക്കൂ. പറഞ്ഞോളൂ. എന്നെ പറയാൻ അനുവദിക്കൂ മാഡം. എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ ചോദിക്കട്ടെ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ സിസ്റ്റം കേരളത്തിൽ പരാജയത്തിലാണോ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സിസ്റ്റം കേരളത്തിൽ പരാജയത്തിലാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ? ഏത് വിഷയത്തിലാണ് അങ്ങനെ സിസ്റ്റം പരാജയത്തിലാണെന്ന് പറയാൻ സാധിക്കുന്നത്? ഇവിടെ കാര്യത്തിൽ മാത്രമാണോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. വീഴ്ചയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലേ? അവിടേക്ക് വരൂ. അതെ, വീഴ്ചയാണ് ചർച്ച ചെയ്യുന്നത്. ആ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. ആ വീഴ്ചയ്ക്ക് കാരണക്കാർക്കായവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. അല്ലാതെ ആ വീഴ്ചയ്ക്ക് ഞാൻ പറയട്ടെ മാഡം, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി ദയവായി അങ്ങ് കാണിക്കണം. അങ്ങനെ പ്രകോപിതനാക്കേണ്ട കാര്യമില്ല. ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. എന്നെ പ്രകോപിച്ച് എന്തെങ്കിലും നിലയിൽ എന്റെ വായിൽ നിന്ന് വേറെ എങ്കിലും ഉത്തരം ലഭിക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കാൻ വേണ്ട. ഞാൻ പറയുന്ന ഉത്തരം കേൾക്കാൻ അങ്ങ് തയ്യാറാവണം. അങ്ങനോട് ചോദ്യങ്ങളാണല്ലോ ചോദിച്ചോണ്ട് അങ്ങ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ തിരിച്ചു പറയാനുള്ള സഹിഷ്ണുത, പറയുമ്പോൾ കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി കാണിക്കണം. കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞത് എന്താ? പൊതുവിദ്യാലയങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങുന്നു. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അവിടേക്ക് അല്ല ഈ ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സമീപകാലത്ത് പ്രൈവറ്റ് സ്കൂളുകളിൽ എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത വിഷയം ഉണ്ടായി? നമ്മുടെ തന്നെ മുന്നിലുള്ള വിഷയങ്ങളില്ലേ? കേരളത്തിനകത്ത് പ്രൈവറ്റ് സ്കൂളുകളുടെ ആത്മഹത്യ. സെൻറ് ഡൊമിനിക് സ്കൂൾ ശ്രീകൃഷ്ണപുരം, എന്തേ കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകളാകെ കുഴപ്പമാണെന്നൊരു ചർച്ച കേരളത്തിനകത്ത് നടക്കാത്തത്? എറണാകുളത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? എന്തേ കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകളാകെ തകർച്ചയാണ് എന്നൊരു പൊതു ചർച്ച കേരളത്തിനകത്ത് ഉണ്ടാവാത്തത്? എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കേരളത്തിനകത്ത് ആളുകൾ മരിക്കുന്നു, എന്തേ പ്രൈവറ്റ് ഹോസ്പിറ്റലാകെ കുഴപ്പമാണ് എന്ന ചർച്ച ഉണ്ടാവാത്തത്? അപ്പോൾ വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിൻ്റെ കാരണം എന്താണ്, അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്, ആ കാരണങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതല്ലേ ക്രിയാത്മകമായ ചർച്ച. ആ ക്രിയാത്മകമായ ചർച്ച നടത്തുന്നതിന് പകരം ഒരു വിഷയത്തെ പിന്തുടർന്ന് എങ്ങനെയെല്ലാം കേരളത്തിൽ വളരെ നല്ല നിലയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ ഇടപെടുന്ന ഒരു ഗവൺമെന്റിനെ കരിവാരി തേക്കാൻ ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താമെന്ന ഗവേഷണമല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് രാഷ്ട്രീയ ബുദ്ധിയല്ലേ? ആ രാഷ്ട്രീയ ബുദ്ധി തുറന്നു കാണിക്കാതെ നിങ്ങളൊന്ന് പരിശോധിക്കൂ, കേരളമുടനീളം സഞ്ചരിച്ച് പരിശോധിക്കൂ. താങ്കൾ ഈ പറഞ്ഞ പ്രൈവറ്റ് മേഖലയിലെ ഓരോ മേഖലയിലെയും ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കേരളം ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. ഇവിടെ കുട്ടിയുടെ ആത്മഹത്യയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ആ സ്കൂളിനെതിരെയുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ സ്കൂളിലാണോ വീഴ്ച എന്ന ചർച്ച നടത്തിയിട്ടുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് മേഖല, സർക്കാർ മേഖലയുടെ ഉത്തരവാദിത്തമാണോ പ്രൈവറ്റ് മേഖലയ്ക്ക്? അങ്ങനെയാണോ? സർക്കാർ മേഖലയും പ്രൈവറ്റ് മേഖലയും ഒരുപോലെയാണോ താങ്കൾ കാണുന്നത്? രണ്ട് ഉത്തരവാദിത്തങ്ങളെയും ഒരുപോലെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? അതെ. അപ്പൊ ഞാൻ പറഞ്ഞതിനെ അങ്ങനെയാണ് സ്മൃതിവേടം മനസ്സിലാക്കിയതെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളൂ. എനിക്കാവില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ ചർച്ചയെ കൊണ്ടുവരുന്നത് എന്താ? ഞാൻ ചോദിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടാകുന്ന വിഷയം, കേരളത്തിലെ പ്രൈവറ്റ് മേഖല ആകെ കുഴപ്പമാണ് എന്ന ചർച്ചയിലേക്ക് നിങ്ങൾ നയിക്കുന്നുണ്ടോ? ആ ചർച്ച നിങ്ങൾ നടത്താതെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു ദാരുണമായ സംഭവത്തെ, ആ സംഭവത്തിൻ്റെ സ്പെസിഫിക് ആയ റീസണെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർച്ചയിലാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്താൽ ആ ചർച്ചയെ അംഗീകരിച്ചാൽ എനിക്കാവില്ല മാഡം. കാരണം ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഈ ആരോഗ്യമന്ത്രി ബിന്ദു മരിച്ച സമയത്ത് നടത്തിയ പോലെ പ്രതികരണം പ്രതികരണത്തിലേക്ക് മന്ത്രി ശിവൻകുട്ടി പോകാതിരുന്നത് അദ്ദേഹത്തിന് അതേക്കുറിച്ചുള്ള നല്ല ബോധ്യത്തിലാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ മുഴുവൻ നടപടി ഉണ്ടാകുമെന്ന്. അതുവരെയും ശരിയാണ്. പക്ഷേ നടപടി വൈകുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കാഴ്ച. എന്നേ നിങ്ങൾ നോക്ക്, നടപടി വൈകുന്നു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രസ്താവനകൾ നിങ്ങൾ വായിച്ചിട്ടുള്ളവരല്ലേ? ബിന്ദു മരിച്ച ശേഷമുള്ള നടപടി ഒന്ന് പറഞ്ഞു തരൂ. എത്ര നേരമായി ചോദിക്കുന്നു. എന്ത് നടപടി ചെയ്തു? നടപടി ഉണ്ടാവുന്നില്ലേ പറഞ്ഞത്? എന്ത് നടപടി?
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് മറുപടി പറയട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ ചോദ്യത്തിനും എങ്ങനെയാണ് മറുപടി പറയാം? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ നോക്കൂ, ഇവിടെ വൈകാരികത കലർത്തി ഈ വിഷയത്തെ വഷളാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, കുട്ടി മരിച്ചു, നമ്മുടെ വേറെ പ്രിയപ്പെട്ട മകനാണ്, കേരളത്തിൻ്റെ മകനാണ് മരിച്ചത്. ആ മരണം ഇനി സ്കൂളുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ചർച്ചയല്ലേ നമ്മൾ നടത്തേണ്ടത്? ഒരു സ്കൂളിലും ആവർത്തിക്കാതിരിക്കാൻ അതിനുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടത്. അതിന് പകരം ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്തെല്ലാമാണ് ഈ ചർച്ചക്കകത്ത് വിളിച്ചു പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. BJPയുടെ പ്രതിനിധി എന്തെല്ലാമാണ് ഈ ചർച്ചക്കകത്ത് പറഞ്ഞത്? കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വം BJPയുടെ പ്രതിനിധി ഏറ്റെടുത്തിരിക്കുകയാണോ? നിങ്ങൾ നോക്കൂ, ഒരു ലെവലും ഇല്ലാത്ത നിലയിലല്ലേ അദ്ദേഹം പ്രതികരണം നടത്തിയത്? ജനങ്ങളുടെ സുരക്ഷിതത്വം സർക്കാർ മറന്നോ എന്നാണ് ചോദിക്കുന്നത്. ഏത് ജനങ്ങളുടെ സുരക്ഷിത സർക്കാർ മരിച്ചത്? ദിവസം കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾ മരിക്കുകയാണോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവരേത് നിലയിലാണ് ഈ വിഷയത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല നിലയിൽ പൊതുവിദ്യാഭ്യാസം നടക്കുന്ന സംസ്ഥാനമല്ലേ കേരളം? ഈ BJP പ്രതിനിധിക്ക് എന്ത് അവകാശമാണ്? നേട്ടം പറയാനാണോ കോട്ടം പരിശോധിക്കാനാണോ ഈ സമയം ഉപയോഗിക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടത് ശിവപ്രസാദാണ്. ഇതുവരെ ആ അവധാനത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ താങ്കൾ അവസാനം പ്രതികരിച്ചു വരുമ്പോൾ അത് ആ രൂപത്തിലല്ല. വൈകാരികത ഉണർത്തേണ്ട കാര്യമില്ല ശിവപ്രസാദ്, ഇത് വൈകാരികം തന്നെയാണ്. എന്താണ് സംശയം? കേരളം മുഴുവൻ വൈകാരികതയോടെ കാണുന്ന വിഷയം തന്നെയാണ്. വളരെ നന്ദി ശ്രീ M. ശിവപ്രസാദ്, ഉല്ലാസ് കോവൂർ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഡോക്ടർ MN കാരശ്ശേരി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.